അർജുനെ കാത്തുകൊണ്ട് പൂളാടിക്കുന്നിൽ പ്രിയപ്പെട്ട ലോറി ഡ്രൈവേഴ്സും നാട്ടുകാരും അതുപോലെ തന്നെ അർജുനെ സ്നേഹിക്കുന്ന ഒത്തിരി പേരാണ് എത്തിയിരിക്കുന്നത്. അതിരാവിലെ തന്നെ ഇവിടെ എത്തി വെയിറ്റ് ചെയ്യുന്നുണ്ട്. മാധ്യമപ്രവർത്തകർ, പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പൂളാടിക്കുന്നിലുണ്ട്. അല്പസമയത്തിനകം മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര പൂളാടിക്കുന്നിൽ നിന്നും ആരംഭിക്കും. പൂളാടിക്കുന്നിൽ പ്രിയ സുഹൃത്തുക്കൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ കർണാടകയിൽ നിന്നൊക്കെ എത്തിയ ആളുകൾ ഇവിടെ ആംബുലൻസിന് വേണ്ടിയുള്ള അർജുനെയും വഹിച്ചു കൊണ്ടുവരുന്ന ആംബുലൻസിനായിട്ടുള്ള കാത്തിരിപ്പിലാണ്. എല്ലാവരും അതിരാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരടക്കമുള്ള വലിയൊരു ജനക്കൂട്ടം തന്നെയാണ് ഇപ്പോഴും പൂളാടിക്കുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അർജുനെയും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് പൂളാടിക്കുന്നിലെത്തും. പൂളാടിക്കുന്നിൽ നിന്നും വിലാപയാത്രയായിട്ടാണ് അർജുൻ്റെ കണ്ണാടിക്കലെ വീട്ടിലേക്ക് ഇവിടെ നിന്നും വിലാപയാത്രയായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. വിവിധ നാനാതുറകളിലുള്ള ആളുകൾ കുട്ടായി എന്ന് വിളിക്കുന്ന അവരുടെ പ്രിയപ്പെട്ട അർജുൻ 71 ദിവസമായിട്ട് കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ജന്മനാട്ടിലേക്ക് അർജുൻ എത്തുകയാണ്. അർജുൻ്റെ പ്രിയപ്പെട്ടവർ അതുപോലെ ഇതുവരെ അർജുനെ കാണാത്ത ആളുകളടക്കം ഒത്തിരി പേരാണ് അതിരാവിലെ മുതലേ എത്തിയിട്ടുള്ളത്. അവിടെ ശിരൂരിലൊക്കെ തെരച്ചിലിന് പോയിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെയുണ്ട്. അവരിൽ പലരും ഇവിടെ വോളണ്ടിയറായിട്ട് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പൂളാടിക്കുന്നിലേക്ക് അർജുനെയും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് എത്തും. അതിനുശേഷം ഇവിടുന്ന് വിലാപയാത്രയായിട്ട് കണ്ണാടിക്കലെ വീട്ടിലേക്ക് പോകും. എന്തായാലും എല്ലാവരും എൻ്റെ ചാനലിൽ നിന്ന് കാണുക. സാക് സഫാരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ലോറിയിലൊക്കെ നിറയെ മാധ്യമപ്രവർത്തകരാണ്. അവർ ഓരോ കാര്യങ്ങളും പകർത്തുകയാണ്. അതുപോലെ തന്നെ എല്ലാം ഇത് ബൈപ്പാസാണ്, റോഡ് ബ്ലോക്കാക്കാതെ തന്നെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം അർജുൻ ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അർജുനെ വെച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇവിടെ എത്തിച്ചേരും. അതിനുശേഷം വിലാപയാത്രയിൽ പോകും. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെയുള്ള ഈ വണ്ടി സാഗർ കോയ ടിമ്പർ എന്നുള്ള ഈ വണ്ടി എനിക്ക് തോന്നുന്നത് ഈ മാധ്യമപ്രവർത്തകർ കയറി നിൽക്കുന്ന വണ്ടി മനാഫ്കയുടെ ആ മനാഫ് നമുക്കറിയാം അർജുൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച മനാഫിൻ്റെ വാഹനം തന്നെയാണ്. ഇതേ പേരുള്ള വണ്ടിയിൽ തന്നെയായിരുന്നു പ്രിയപ്പെട്ട അർജുൻ ശിരൂരിലേക്ക് കർണാടകയിലേക്ക് പോകുന്നതും ശിരൂരിൽ ആ മഹാദുരന്തത്തിൻ്റെ ഇരയായി മാറുന്നതും. എന്തായാലും കാത്തിരിപ്പിന് വിരാമമായി. അർജുന് വിട നൽകാൻ ജന്മനാട് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും അർജുൻ്റെ വരവും കാത്ത് ചേതനയേറ്റ ശരീരമായി അർജുൻ അവൻ്റെ പ്രിയപ്പെട്ട മണ്ണിലേക്ക് വരികയാണ് 71 ദിവസത്തിന് ശേഷം. വിലാപയാത്രക്കുള്ള തയ്യാറെടുപ്പിലേക്കാണ് എല്ലാവരും പോകുന്നത്. ഇപ്പോൾ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കൊയിലാണ്ടി വിട്ടിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. എന്തായാലും അല്പസമയത്തിന് ഇവിടെ എത്തിച്ചേരും.